നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ വസതി അടക്കം അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ പ്രതിയായിട്ടുള്ള ഒരു കേസിൽ 12 സ്ഥലങ്ങളിലാണ് കഴിഞ്ഞ ബുധനാഴ്ച ഇഡി റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിനെതിരെ വൻ പ്രതിഷേധം ഉയർന്നിരുന്നു. തിരുവനന്തപുരത്തെ പിണറായി വിജയന്റെ വസതിയിൽ ഉണ്ടായ പ്രതിഷേധം അക്രമത്തിൽ കലാശിക്കുകയായിരുന്നു. ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ അവരെ ആക്രമിക്കുകയായിരുന്നു CPM പ്രവർത്തകർ. ഇങ്ങനെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ച CPM പ്രവർത്തകരായിട്ടുള്ള പ്രതികളുടെ ജാമ്യാപേക്ഷ തള്ളിയിരിക്കുകയാണ് ഇപ്പോൾ കോടതി. 1 മുതൽ 5 വരെ പ്രതികളായിട്ടുള്ളവരുടെ ജാമ്യാപേക്ഷയാണ് ഇന്ന് കോടതി പരിഗണിച്ചത്. ഈ ജാമ്യാപേക്ഷ കോടതി തള്ളുകയായിരുന്നു. പ്രതികളുടെ എല്ലാ വാദങ്ങളും കോടതി തള്ളി. ഇത്തരത്തിൽ കേന്ദ്ര ഏജൻസിയായ ഇഡിയുടെ ഉദ്യോഗസ്ഥർക്ക് നേരെ നടന്ന ആക്രമണം ഒട്ടും നീതീകരിക്കാൻ കഴിയുന്നതല്ല എന്നാണ് കോടതി അഭിപ്രായപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാരണവശാലും ജാമ്യം അനുവദിക്കാൻ കഴിയില്ല എന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിരിക്കുന്നത്. നിതിൻ രാജ്, ജീവൻ, മനോജ്, ശ്രീജിത്ത്, അതുപോലെ തന്നെ ഷാഹിൻ എന്നിങ്ങനെയുള്ള 5 പേരുടെ 1 മുതൽ 5 വരെ പ്രതികളുടെ ജാമ്യാപേക്ഷയാണ് ഇപ്പോൾ കോടതി തള്ളിയിരിക്കുന്നത്. കേസിലാകെ 20 പ്രതികളാണ് ഇപ്പോൾ അറസ്റ്റിലായിട്ടുള്ളത്. കൂടുതൽ പ്രതികൾ ഈ കേസിൽ ഉണ്ടെന്നും അവർ ഇനിയും അറസ്റ്റിലാകാനുണ്ട് എന്നുമാണ് പോലീസ് പറയുന്നത്. വളരെ കർക്കശമായ നടപടിയാണ് ഈ CPM പ്രവർത്തകർക്കെതിരെ ഇഡി ഉദ്യോഗസ്ഥരെ ആക്രമിച്ചിരിക്കുന്ന കേസിൽ എടുത്തിട്ടുള്ളത്. വധശ്രമം അടക്കമുള്ള വകുപ്പുകൾ ഇതിൽ ചേർത്തിട്ടുണ്ട്. പിണറായി വിജയന്റെ വസതിയിൽ റെയ്ഡ് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ ഇഡി ഉദ്യോഗസ്ഥരുടെ വാഹനം കല്ലുകൊണ്ടും അതുപോലെ തന്നെ കമ്പിവടികൾ കൊണ്ടുമൊക്കെ CPM പ്രവർത്തകർ ആക്രമിക്കുകയായിരുന്നു. ഈ ആക്രമണത്തിൽ വാഹനങ്ങൾ പൂർണ്ണമായും തകർന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇഡി ഉദ്യോഗസ്ഥർക്കും കേന്ദ്രസേന അംഗങ്ങൾക്കുമടക്കം പരിക്കേറ്റ സാഹചര്യവും ഉണ്ടായിരുന്നു. അതിനു തൊട്ടു മുമ്പ് കേന്ദ്രസേനയ്ക്ക് നേരെ ഹെൽമറ്റ് അടക്കമുള്ള കാര്യങ്ങൾ എടുത്ത് എറിഞ്ഞ് പരിക്കേൽപ്പിക്കാൻ ശ്രമിക്കുന്നതും നമ്മൾ കണ്ടു. ഇങ്ങനെ ഇഡി ഉദ്യോഗസ്ഥരെ അവരുടെ കൃത്യനിർവഹണത്തിനിടയിൽ അതിക്രൂരമായ ആക്രമണം നടത്തിയ CPM പ്രവർത്തകർ, ആ പ്രവർത്തകർക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത ശിക്ഷാ നടപടികൾ പോലീസ് സ്വീകരിച്ചിരിക്കുന്നത്. കാരണം ഇത്തരം പ്രവർത്തനങ്ങൾ അതൊരിക്കലും അനുവദിച്ചുകൂടാൻ കഴിയില്ല എന്ന് സർക്കാർ നിലപാടെടുത്തു. ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡിന് വന്നത് അത് പോലീസിനെ അറിയിക്കാതെയാണ്. അതുകൊണ്ടാണ് അവിടെ ഒരു സംഘർഷാവസ്ഥ ഉണ്ടായത്. പോലീസിന് ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടായിരുന്നില്ല. ഇഡി ഉദ്യോഗസ്ഥർ റെയ്ഡ് പുരോഗമിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ റെയ്ഡ് നടക്കുന്ന വസതിക്ക് മുന്നിൽ ഇത്രയധികം പ്രവർത്തകർ എത്തിയിട്ട് ഇഡി ഉദ്യോഗസ്ഥർ ഇറങ്ങുന്ന സമയത്ത് പോലും പോലീസിന് ഇതിനെക്കുറിച്ചുള്ള ഒരു അറിവുണ്ടായിരുന്നില്ല. സുരക്ഷ ഇഡി ഉദ്യോഗസ്ഥർ ആവശ്യപ്പെട്ടിരുന്നില്ല. കേന്ദ്ര സേനാംഗങ്ങളുടെ സുരക്ഷയിലാണ് ഇഡി ഉദ്യോഗസ്ഥർ പിണറായി വിജയന്റെ വീട് റെയ്ഡ് ചെയ്യാനെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങൾക്ക് സുരക്ഷയൊരുക്കാൻ പരിമിതികൾ ഉണ്ടായിരുന്നു. എങ്കിലും അവിടെ ഉണ്ടായിരുന്ന ജനക്കൂട്ടം കണ്ട് പോലീസുകാർ ഈ പ്രശ്നത്തിൽ സ്വമേധയാ ഇടപെടുകയായിരുന്നു എന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല വിശേഷിപ്പിച്ചത്. പ്രതിഷേധിക്കാനുള്ള അവകാശം അതെല്ലാവർക്കുമുണ്ട്. ജനാധിപത്യപരമായ രീതിയിൽ ഈ ഒരു റെയ്ഡിന് പിന്നിൽ രാഷ്ട്രീയമുണ്ട് എങ്കിൽ CPM പ്രതിഷേധിക്കണമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ കല്ലും കട്ടയും ഉപയോഗിച്ച് ഇഡി ഉദ്യോഗസ്ഥരെ വധിക്കാൻ ശ്രമിക്കുന്ന തരത്തിൽ അവർക്കെതിരെ ആക്രമണം നടത്തിയത് ഒരു കാരണവശാലും അംഗീകരിക്കില്ല. അതിനെതിരെ കർശനമായ നടപടി സ്വീകരിക്കുമെന്ന് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി VD സതീശനും പറഞ്ഞിരുന്നു. അങ്ങനെയാണ് നിയമ നടപടികൾ പുരോഗമിക്കുന്നത്. ഇതിൽ 20 പ്രതികൾ ഇതിനോടകം തന്നെ അറസ്റ്റിലായിട്ടുണ്ട്. കൂടുതൽ പ്രതികൾ ഉടൻ അറസ്റ്റിലാകുമെന്ന് പോലീസ് പറയുന്നുണ്ട്. ഈ പ്രതികൾ പിന്നീട് CPMന്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഒളിച്ചത് അല്ലെങ്കിൽ അവരെ അവിടെ സംരക്ഷിക്കാൻ ശ്രമിച്ചതൊക്കെ വിവാദമായിരുന്നു. പോലീസ് ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് ഇരച്ചു കയറാൻ തുനിഞ്ഞതാണ്. ആദ്യഘട്ടങ്ങളിൽ ഒരു കാരണവശാലും പാർട്ടി ഓഫീസിനുള്ളിൽ കടന്ന് പ്രതികളെ പിടികൂടാൻ കഴിയില്ല എന്ന നിലപാട് തിരുവനന്തപുരം ജില്ലയിലെ CPM നേതാക്കൾ എടുത്തു. അതിനുശേഷം പ്രതികളെ പുറകുവശം വഴി രക്ഷപ്പെടാൻ അനുവദിക്കുകയും മറ്റു ഭാഗത്ത് നഗരത്തിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ നിന്നും ഇവരെ പിടികൂടുകയും ചെയ്യുകയായിരുന്നു. ഇതിൽ CPMന്റെ പ്രാദേശിക നേതാക്കന്മാർ പോലും ഉണ്ട് ഈ ഒരു അക്രമത്തിന് നേതൃത്വം നൽകിയവർ. അതുകൊണ്ട് തന്നെ ഈ അക്രമത്തിനെതിരെ കർശന നടപടിയാണ് പോലീസ് ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്.
പിണറായി വിജയനെതിരെ അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾക്കെതിരെ ഉള്ള കേസിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിശോധന നടന്നത്. 2024 രജിസ്റ്റർ ചെയ്ത ഒരു കേസാണിത്. മാസപ്പടി CMRL എന്ന കമ്പനിയിൽ നിന്നും സേവനമൊന്നും നൽകാതെ മാസപ്പടി സ്വീകരിച്ചു എന്നതാണ് കേസ്. ഇത് പിണറായി വിജയന് ലഭിച്ച മാസപ്പടിയാണോ അല്ലെങ്കിൽ കൈക്കൂലിയാണോ എന്നതാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിരിക്കുന്നത്. SFIOയും ഇതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തിയിരുന്നു. ആ അന്വേഷണത്തിൽ വളരെ ഗുരുതരമായ ക്രമക്കേടുകൾ നടന്നിരുന്നു. അതിന് തൊട്ടു പിന്നാലെയാണ് EDയുടെ അന്വേഷണം വന്നത്. എന്നാൽ കോടതിയുടെ ഇടപെടലുകളെ തുടർന്ന് പലതവണ ED അന്വേഷണം തടസ്സപ്പെട്ടിരുന്നു. കഴിഞ്ഞ ദിവസമാണ് കോടതി ED അന്വേഷണവുമായി മുന്നോട്ട് പോകാം എന്ന് EDക്ക് അനുകൂലമായ ഒരു വിധി പ്രഖ്യാപിക്കുന്നത്. ആ വിധിക്ക് തൊട്ടു പിന്നാലെയാണ് 12 കേന്ദ്രങ്ങളിൽ, അതായത് മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെയും കണ്ണൂരിലെയും വസതി, മുൻ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ കോഴിക്കോട്ടെ കുടുംബ വീട്, ഇവിടങ്ങളിലടക്കം 12 കേന്ദ്രങ്ങളിലാണ് ED റെയ്ഡ് നടത്തിയത്. ഈ റെയ്ഡിനെതിരെയാണ് വലിയ പ്രതിഷേധം സംസ്ഥാന വ്യാപകമായി ഉണ്ടായത്. മാത്രമല്ല, ഈ റെയ്ഡിനിടയിൽ നിർണായകമായ ചില രേഖകളും ബാങ്ക് നിക്ഷേപങ്ങൾ സംബന്ധിക്കുന്ന രേഖകളും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണുകളും ഡിജിറ്റൽ ഡിവൈസുകളുമെല്ലാം പിടിച്ചെടുത്തിട്ടുണ്ട് എന്ന സൂചന ആ ദിവസം തന്നെ വന്നിരുന്നു. ED അന്വേഷണത്തിൽ ഒന്നും ലഭിച്ചില്ല, ഒന്നും കിട്ടിയില്ല എന്ന് മഹസർ എഴുതി കൊടുത്ത് ഉദ്യോഗസ്ഥർ മടങ്ങുകയായിരുന്നു എന്നാണ് CPM അന്ന് അവകാശപ്പെട്ടിരുന്നത്. എന്നാൽ അങ്ങനെയല്ല, തങ്ങൾക്ക് നിർണായകമായ പല തെളിവുകളും അന്വേഷണത്തിൽ കിട്ടിയിട്ടുണ്ട് എന്ന് ED പിന്നീട് വ്യക്തമാക്കുകയായിരുന്നു. വീണയുടെ ലോക്കർ അടക്കം തുറന്ന് പരിശോധിക്കാനുള്ള നടപടികളിലേക്ക് ED കടക്കുകയാണ്. വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാനും ഒരുപക്ഷെ ഉടൻ അറസ്റ്റ് ചെയ്യാനുമുള്ള സാധ്യതയുണ്ട് എന്നും കേൾക്കുന്നുണ്ട്. മാത്രമല്ല, ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് ഈ വീണ ഉപയോഗിച്ചിരുന്ന ഡിജിറ്റൽ ഡിവൈസുകളിൽ നിന്ന് നിർണായകമായ തെളിവുകൾ ലഭിച്ചിട്ടുണ്ട് എന്ന സൂചനയും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇതെല്ലാം ഫോറൻസിക് പരിശോധനയ്ക്ക് കൂടി അയച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൽ നിന്നും മുൻകാലങ്ങളിൽ ഡിലീറ്റ് ചെയ്യപ്പെട്ട സന്ദേശങ്ങൾ കൂടി അല്ലെങ്കിൽ വിവരങ്ങൾ കൂടി പുറത്തു വരുമ്പോൾ വീണ വിജയൻ കൂടുതൽ കുരുക്കിലേക്ക് മാറുമെന്നാണ് ഇപ്പോൾ ഏവരും വിലയിരുത്തുന്നത്. എന്തായാലും ED ഇതിന്റെ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. വലിയ ക്രമക്കേടുകൾ, സേവനമൊന്നും നൽകാതെ 2 കോടിയോളം രൂപയാണ് വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് എന്ന കറക്ക് കമ്പനിയിലേക്ക് വന്നത്. ആ കമ്പനി പിന്നീട് ആ കമ്പനിയുടെ അക്കൗണ്ടിൽ അല്ലാതെ വീണ വിജയന്റെ വ്യക്തിപരമായ അക്കൗണ്ടിലേക്കും പണം വന്നു. CMRLന്റെ മറ്റൊരു സഹോദര സ്ഥാപനമായ ഒരു ഫിനാൻസ് കമ്പനിയിൽ നിന്നും വീണ വിജയന് സാമ്പത്തിക നേട്ടം ഉണ്ടായി എന്ന് പിന്നീട് കണ്ടെത്തുകയായിരുന്നു. SFIO വിശദമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്. മാത്രമല്ല, ED അന്വേഷണം ഇപ്പോൾ കോടതിയുടെ വിധിപ്രകാരം മുന്നോട്ട് പോവുകയാണ്. അതുകൊണ്ട് തന്നെ ഈ കേസിൽ തങ്ങൾക്ക് പങ്കില്ല എന്ന നിലപാടാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ എടുത്തിരിക്കുന്നത്. കാരണം കേന്ദ്ര ഏജൻസി രജിസ്റ്റർ ചെയ്ത കേസാണ്. ആ കേസിൽ സംസ്ഥാന സർക്കാരിന് ഒന്നും ചെയ്യാനില്ല എന്ന മറുപടിയാണ് ഈ CPMന്റെ ആരോപണങ്ങൾക്ക് മറുപടിയായി VD സതീശൻ മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. അതായത് CPM നേരത്തെ ആരോപണം ഉന്നയിച്ചത് ഈ റെയ്ഡുകൾ പിണറായി വിജയന്റെ പേര് ഇടിച്ചു കാണിക്കാനായി കോൺഗ്രസും BJPയും ഒത്തുചേർന്ന് കളിച്ച കളിയാണ് എന്നാണ്. അതായത് മുഖ്യമന്ത്രി VD സതീശൻ ദില്ലിയിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണുന്നു, ആഭ്യന്തരമന്ത്രിയെ കാണുന്നു. അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത്തരത്തിലൊരു റെയ്ഡ് നടന്നിരിക്കുന്നത് എന്നതാണ് CPM ചൂണ്ടിക്കാട്ടുന്നത്. എന്നാൽ മുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുന്ന മുഖ്യമന്ത്രിമാർ, പുതിയ മുഖ്യമന്ത്രിമാർ എല്ലാവരും ഒരു പ്രധാനമന്ത്രിയെയും കേന്ദ്ര മന്ത്രിസഭാംഗങ്ങളെയും എത്രയും വേഗം കാണുക എന്നുള്ളതൊരു കീഴ്വഴക്കമാണ്. ആ കീഴ്വഴക്കം മാത്രമാണ് താൻ നടത്തിയത്. അതിൻ്റെ പിന്നിൽ മറ്റജണ്ടകളൊന്നുമില്ല. ഈ റെയ്ഡ് സംസ്ഥാനത്ത് നടന്നു വരുന്ന കേസിന്റെ ഭാഗമായിട്ടുള്ളതാണ്. ചൊവ്വാഴ്ചയാണ് ഈ കേസിന്റെ നടപടിക്രമങ്ങൾ സുഗമമായി നടത്താൻ കോടതി അനുവദിച്ചത്. അതിനുശേഷം അവർ റെയ്ഡ് നടത്തുകയും ചെയ്തു എന്നതാണ്. ഇതിനിടയിലാണ് വളരെ ഒട്ടും ആശ്വാസകരമല്ലാത്ത ഒരു പ്രവൃത്തി ഉണ്ടായത്. അത് CPM പ്രവർത്തകരിൽ നിന്നും EDക്ക് നേരെയുണ്ടായ ആക്രമണമാണ്. ആ ആക്രമണമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്നത്. ഈ ആക്രമണത്തിലാണ് ഇപ്പോൾ പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളതും. ഇപ്പോൾ അവർ ജാമ്യത്തിന് വേണ്ടി ശ്രമിക്കുമ്പോൾ കോടതി ആ ജാമ്യം വലിച്ചു കീറി തോട്ടിലെറിയുന്നതും.